എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയിട്ടുള്ള ജാക്കറ്റ് വരുന്ന മോഡലുള്ള ഷോർട്ട് കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ 2.25 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2.5 മീറ്റർ ഫാബ്രിക് എടുക്കുക. അതന്നെ ഒരേപോലത്തെ പ്രിന്റ് വരുന്ന ഫാബ്രിക് എടുക്കുക. അതായത് വിഡ്ത് വൈസ് ആണെങ്കിലും ലെങ്ത് വൈസ് ആണെങ്കിലും നമുക്ക് ഒരുപോലെ മടക്കാൻ പറ്റുന്ന ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഫാബ്രിക്കിന് ഇതേപോലെ ലെങ്ത് വൈസ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം എത്രയാണോ നമുക്ക് ആവശ്യമുള്ള വിഡ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് മടക്കാം. ഞാനിവിടെ 13 ഇഞ്ച് വിഡ്ത്തിലാണ് മടക്കിയിരിക്കുന്നത്. ബാക്കി സൈഡിൽ ബാലൻസ് വരുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ സ്ലീവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവിന്റെ രണ്ട് സൈഡിലായിട്ട് ജോയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് വൈസ് മാത്രമേ ഈ ഒരു ഫാബ്രിക് മടക്കാൻ പറ്റുള്ളൂ. ഫാബ്രിക്കിന്റെ പ്രിന്റ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ലെങ്ത് വൈസും വിഡ്ത് വൈസും ഒരുപോലെ മടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇതേപോലെ 13 ഇഞ്ച് വിഡ്ത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാക്കറ്റിന് ലെങ്ത് ആയിട്ട് ഒരു 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കമാണ് ഈ 11 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അത് ഒത്തിരി ലെങ്ത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ മോഡൽ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടാവുന്നതാണ് കേട്ടോ. ഈ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി കുർത്തിയുടെ ലെങ്ത് ആയിട്ട് 34 ഇഞ്ചാണ് കിട്ടുന്നത്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കമാണ് സീം. അപ്പൊ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഒരു 32 ഇഞ്ചൊക്കെയാണ് ഉണ്ടാവുക കുർത്തിക്ക് ലെങ്ത് ആയിട്ട്. അപ്പൊ അത് മതി എന്നുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലെങ്ത്തിൽ ഇരിക്കുന്ന ഫാബ്രിക് നമുക്ക് കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 4 ഫോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ ജാക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജാക്കറ്റിന് വേണ്ടിയിട്ടും കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഒന്നിച്ചിട്ടാണ് നമ്മളിനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 7 ആണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ 3/4 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ചാണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ചെസ്റ്റ് വിഡ്ത്ത് വേണം മാർക്ക് ചെയ്യാൻ. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് വിഡ്ത്ത് അതിൽ 4/1 ഭാഗം വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 9 ആണ്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആം ഹോൾ വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ബാക്കിലേക്കുള്ള ആം ഹോൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റും ഈ സെന്ററും കൂടി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാനൊരു കേർവ് ഷേപ്പ് വരയ്ക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഞ്ച് കർവ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് കൈ വെച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ എൽ ഷേപ്പിൽ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള ജാക്കറ്റിന്റെ പീസ്, അതായത് 4 പീസ് ഉണ്ടാവില്ല, ആ 4 പീസ് മാറ്റിയിട്ട് താഴേക്കും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് വരയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെസ്റ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് സീം അലവൻസ് അടക്കമുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്ത് ആ ഭാഗവും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് താഴത്തുള്ള പീസിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്ത് ആ ലൈനിന് നേരെ താഴേക്ക് എത്രയാണോ വേസ്റ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 14 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ എത്രയാണോ ഹിപ്പ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ 21.5 ഇഞ്ചാണ്, അതും ഇതേപോലെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് വിഡ്ത്ത് എന്ന് വെച്ചാൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 8 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്ലിറ്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള വിഡ്ത്ത് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ എക്സ്ട്രാ സീം അലവൻസ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ സ്ലിറ്റിന്റെ ഭാഗത്തുള്ള സീം അലവൻസ് അടക്കമുള്ള വിഡ്ത്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതന്നെ താഴെ ബോട്ടം വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി അതല്ല അതിനേക്കാളും കുറച്ചും കൂടി വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സെയിം വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തിട്ടുള്ള അളവ് പ്രകാരം നമുക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള നെക്ക് ഒന്ന് ഇതിൽ മാർക്ക് ചെയ്യാം. ഒരു 3.5 ഇഞ്ച് നെക്കിന് ലെങ്ത് ആയിട്ട്, ഓൾറെഡി നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3.5 ഇഞ്ച് നെക്കിന് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് പറയാം. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ജാക്കറ്റിലുള്ള പീസിൽ മാത്രമാണ് നെക്ക് കട്ട് ചെയ്യുന്നത്.
പിന്നെ ഞാൻ ഒന്നിച്ചിട്ടാണ് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തത്. നിങ്ങൾ ഷോൾഡർ സ്ലോപ്പും ഈ ഒരു ജാക്കറ്റിന്റെ പീസിന് മാത്രം കട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന പീസിൽ നമുക്ക് വേറെ കുറച്ച് അളവുകൾ മാർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം മുകളിലെ ജാക്കറ്റിന്റെ പീസ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി താഴെ ഇരിക്കുന്ന പീസ് മാത്രമാണ്, അതായത് നമ്മുടെ കുർത്തിന്റെ പീസ് മാത്രമാണ് ഇപ്പൊ ഇരിക്കുന്നത് കേട്ടോ. ആം ഹോൾ ലെങ്ത് ഞാൻ ഇതേപോലെ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിരുന്നു. ആ ലൈൻ ഞാൻ ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ആം ഹോൾ ലെങ്ത്തിന്റെ ആ ലൈൻ ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുർത്തിക്ക് നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഒരു 6 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഒരു 4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 ഇഞ്ചിൽ നിന്ന് ഈ 6 ഇഞ്ചിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മാത്രമേ നമുക്ക് അവിടെ ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഒരു കീ ഹോൾ പോലെയൊക്കെ ആ ഒരു കുർത്തീൻ്റെ ഹൈലൈറ്റിൻ്റെ ആ ഒരു ഷേപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചു കൊടുക്കുക. നെക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്തേക്ക്, അതായത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കേവും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നെക്കിനും അതുപോലെ തന്നെ ആം ഹോളിനും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് ഒന്ന് ഓർത്ത് വെക്കണം, നമുക്കത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുത്തത്. നിങ്ങൾ എത്രയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ അളവൊന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ആദ്യം ഒരു പാറ്റേൺ വരയ്ക്കുക. അതായത് ഈ കുർത്തീൻ്റെ പാറ്റേൺ വരച്ചിട്ട് അത് പ്രകാരം നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ക്ലോത്തിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2.25 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററിലൊക്കെ ചിലപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പിന്നെ എപ്പോഴും പാറ്റേൺ വരച്ചിങ്ങനെ കാണിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഡയറക്റ്റ് ഫാബ്രിക്കിൽ തന്നെ വരച്ചത് കേട്ടോ. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട്. അതായത് ഫ്രണ്ടിലേക്കുള്ള പീസിന് ഈ ഒരു അളവാണ്. അത് നമ്മൾ ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിലേക്കുള്ള പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാക്കിലേക്കുള്ള പീസിനെ ഞാൻ ചീത്ത ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇട്ടു. പക്ഷെ അങ്ങനെ വേണ്ട. ശരിക്കും നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നല്ല ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് മാർക്കിങ് നല്ല ഭാഗത്ത് തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നേരത്തെ ഞാൻ ആ ആം ഹോളിന് ലൈന് വരച്ചിരുന്നല്ലോ, ആ ലൈൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് ഇരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മളെടുത്ത് കസ്റ്റമർ ഈ ഒരു മോഡൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബാക്ക് പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പീസിൽ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ സ്ട്രിപ്പ് കൊടുക്കുന്ന ടൈപ്പ് വേണ്ട, നോർമൽ സ്ലീവ്ലെസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ സ്ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത സമയത്ത് 4 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. അതേ 4 ഇഞ്ച് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഈ ആം ഹോളിന്റെ അത്രയും പോർഷൻ നമ്മൾ കട്ടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടേക്കുള്ള അളവ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. അപ്പൊ അത് 3 ഇഞ്ചാണ്. അപ്പൊ 4 + 4 8 + 3 11 ഇഞ്ചാണ് നമുക്ക് സ്ട്രിപ്പിന് ലെങ്ത് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 12 ഇഞ്ചിന്റെ സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഈ ഒരു അളവ് എന്ന് പറയുന്നത് എൻ്റെ അളവ് പ്രകാരമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വിഡ്ത്ത് ആയിട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത് ആയിട്ടൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2.5 ഇഞ്ച് വിട്ടിട്ട് ഞാൻ അവിടെ ലൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവുകളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഉള്ളിലൂടെയാണ് ലൂപ്പ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിൽ മാർക്ക് ചെയ്തത്. പിന്നെയാണ് പുറമേക്ക് കാണുന്ന രീതിയിലാണെന്നുള്ളത് ഓർത്തത്. അപ്പോൾ ശരിക്കും ഈ ഒരു മാർക്കിങ് വേണ്ടത് റൈറ്റ് സൈഡിലാണ്. ഞാനിവിടെ റോങ് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാക്കി ബാലൻസ് വരുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോണേന്ന്. അപ്പോൾ അതിന് ഇതേപോലെ രണ്ടാക്കി മടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാക്കി മടക്കിയിരുന്ന സമയത്ത് ഒരു 9.5 ഇഞ്ച് വേണം. ഇവിടെ ഒരു 9 ഇഞ്ച് കിട്ടുന്നുള്ളൂ. ഒരു 1.5 ഇഞ്ചിന്റെ ലോസ് ഉണ്ട്. അത് നമുക്ക് എക്സ്ട്രാ ഒരു ഫാബ്രിക് സൈഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് അത് സീം അലവൻസിന്റെ പോർഷനിലേക്ക് പോകണോണ്ട് തന്നെ അത് പുറമേക്ക് കാണില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ആവശ്യത്തിനുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 24.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫുൾ സ്ലീവ് ആണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു എക്സ്ട്രാ പീസ്
ഇതേപോലെ അതും 4 പീസ് തന്നെ വേണം. കാരണം നമ്മൾ 4 ആയിട്ടാണല്ലോ ഫാബ്രിക് മടക്കിയിട്ടിരിക്കുന്നത്. എക്സ്ട്രാ വെച്ചിരിക്കുന്ന പീസിന്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ മെയിൻ ഫാബ്രിക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഞാനൊരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്ലീവ് ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് വിടുത്തായിട്ടൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 5 ഇഞ്ച് ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ് 5 ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്തത്. ഈ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും താഴെ മാർക്ക് ചെയ്ത പോയിന്റും ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. നോർമൽ നമ്മളൊരു ഫുൾ സ്ലീവ് വരയ്ക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. എൽബോന്റെ ഭാഗത്ത് വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്ത പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക. സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കുക. അതേപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള പോർഷൻ ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എക്സ്ട്രാ പീസ് നമുക്കൊന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലൊരു സ്ട്രിപ്പ് ഞാൻ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് എടുക്കുക. ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുത്താൽ മതി. അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അതിനൊന്നും കൂടി ഫോൾഡ് ചെയ്യുക. 3 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രിപ്പ് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ലെങ്ത് പറഞ്ഞിരുന്നു സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് എന്നുള്ളത്. അത് 12 ഇഞ്ചായിരുന്നു, 12 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലെ പീസ് എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പീസിൽ ഈ ആം ഹോളും നെക്കും കൂടി പോയിന്റ് ചെയ്യുന്ന ആ ഈ ഒരു പോയിന്റിൽ ഈ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്ട്രിപ്പ് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതേപോലെ എന്താണോ നമ്മുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പ് പ്രകാരം ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫാബ്രിക് ഇല്ല, നിങ്ങളുടെ അടുത്ത് ക്രോസ് പീസ് ആണുള്ളെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ഷേപ്പുള്ള പീസ് അതേപോലെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. എന്താണോ നമ്മുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ഡോറി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡോറി എടുത്തിട്ട് അതിനെ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. 8 പീസ് എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ 8 ലൂപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് 8 പീസ് എടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിനെ ഈ ഒരു പീസിനെ 2 ആയിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും ഇതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡിലും സെയിം ഇതേപോലെ തന്നെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡോറിയിൽ എക്സ്ട്രാ ഇരിക്കുന്ന ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യല്ലോ, സെയിം മെത്തേഡാണ്. കാരണം മുകളിൽ ഓൾറെഡി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കറക്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു, അതായത് നമ്മൾ കറക്റ്റ് അളവ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ താഴേക്ക് ജസ്റ്റ് ഒരു ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഫോമിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോറി ഒന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തിയെടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതല്ല ഫാബ്രിക് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ പീസിനെ കറക്റ്റ് 2 ആക്കി മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 4 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 4 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഈ പോയിന്റിലേക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം, ബാക്ക് സൈഡിലെ പീസിന് നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ട് സൈഡിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട്, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം നമ്മൾ ആ ഒരു സ്ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഇതേപോലെ 2 ആയിട്ടൊന്ന് മടക്കിയിട്ട് ഇതിന്റെ നേരെ മുകളിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. ഒന്ന് മറിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് പ്രകാരം, നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സ്ലിറ്റ് അടിച്ചു കൊടുക്കുക, താഴ്ഭാഗം മടക്കി കൊടുക്കുക. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ്, ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ജാക്കറ്റിലേക്ക് വരാം. ജാക്കറ്റിൽ കുറച്ചും കൂടി കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ജാക്കറ്റ് ഇതേപോലെ എടുത്തിട്ട്, ഇപ്പോൾ നമ്മളിവിടെ 2 പീസ് ഉണ്ട്. 2 പീസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് എടുക്കാം. ഫ്രണ്ടിലുള്ള പീസിൽ താഴേന്ന് മുകളിലേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒരു കേർവ് ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം.
ഞാൻ ജസ്റ്റ് ഒരു കർവ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. 1/2 ഇഞ്ച് കുഴിച്ചിട്ട് അതിനൊന്ന് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. താഴേന്ന് നേരെ മുകളിലേക്ക് നേരത്തെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ല, ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെയിം അതേപോലെ തന്നെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് പീസിലും സെയിം ഇതേ ഷേപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് മതി ഈ ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടെന്നാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് വിട്ടാൽ മതി കേട്ടോ. പീസ് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്നത് 3.5 ഇഞ്ച് ലെങ്ത് ആണ്. അതിനൊരു 1/2 ഇഞ്ചും കൂടി ഇറക്കിയിട്ട് ഒന്നും കൂടി റൗണ്ട് ആയിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്നും കൂടി പറയാം. കാരണം നമ്മൾ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തലവഴി അത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ചും കൂടി ലെങ്ത് താഴേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസ് ഇതേപോലെ നെക്കിന്റെ മുകളിൽ, നല്ല വശത്തിന്റെ മുകളിൽ ക്രോസ് പീസിന്റെ നല്ല വശം ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക, നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വെച്ചാൽ അത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് എടുക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് ഇതിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം ഞാനിവിടെ തയ്ച്ചെടുത്തിരിക്കുന്ന പീസാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അളവ് പ്രകാരം സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ ജാക്കറ്റും ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ട് കുർത്തിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഷോൾഡർ സ്ട്രാപ്പ് വരുന്ന മോഡലിലുള്ള ഈ ഒരു കുർത്തി ഇടുക. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് ഫുൾ സ്ലീവ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ജാക്കറ്റ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഫ്രണ്ടിൽ ഈ ഒരു കീ ഹോൾ മോഡൽ വന്നിട്ടുണ്ടാവും, ബാക്കിലും അതേപോലെ ഉണ്ടാവും. പിന്നെ ബാക്കിൽ നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്